24 പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ കെ.ടി. ശങ്കരൻ, എം.എൽ. ജോസഫ് ഫ്രാൻസിസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ശിക്ഷ ഇങ്ങനെയാണ്: മുഖ്യപ്രതി ധർമ്മരാജന് ജീവപര്യന്ത തടവ്. ബാക്കി 24 പേരിൽ പ്രധാന പ്രതികളായ ഉഷയും രാജുവും ഉൾപ്പെടെയുള്ള 8 പേർക്ക് 10 വർഷത്തെ തടവും 15,000 രൂപ പിഴയും. മറ്റു 15 പേർക്ക് 7 വർഷത്തെ തടവും 10,000 രൂപ പിഴയും. പ്രധാനമായിട്ടും നമുക്ക് കേസ് വിധി അഫേം ചെയ്തു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ്. ആന്റണി, രാജഗോപാലൻ നായർ, വിജി, മേരി, വിലാസിനി, ജോർജ് കുട്ടി, മോഹനൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. നേരത്തെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടുകൊണ്ടുള്ള ജസ്റ്റിസ് ആർ ബസന്ത് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികൾ അപ്പീൽ പോയത്. ജസ്റ്റിസ് ആർ ബസന്തിന്റെ നേതൃത്വത്തിലുള്ള മുമ്പത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പുതിയ വിധി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണെങ്കിലും പെൺകുട്ടിക്ക് ഭാഗികമായ നീതി ലഭിച്ചുവെന്ന് ആശ്വസിക്കാം. ക്യാമറാമാൻ സിജോയ്ക്കൊപ്പം സന്ധ്യ, മീഡിയ 1, കൊച്ചി. പ്രതികളുടെ അപ്പീൽ പരിഗണിക്കവേ ഹൈക്കോടതി പരിശോധിച്ചത് പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ്. 1. പെൺകുട്ടിയുടെ സമ്മതത്തോടെയായിരുന്നുവോ ലൈംഗിക വീഴ്ച? കോടതിയുടെ കണ്ടെത്തൽ ഇങ്ങനെ: പ്രതി രാജു പ്രണയം നടിച്ച് പെൺകുട്ടിയെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കിൽപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ധർമ്മരാജനും ഉഷയും ചേർന്ന് കുട്ടിയെ പലർക്കായി കാഴ്ചവെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. പ്രതികളുടെ ഭീഷണിക്ക് പെൺകുട്ടിക്ക് വഴങ്ങേണ്ടി വന്നു. 2. സംഭവം ബാലവേശ്യാവൃത്തിയായിരുന്നുവോ? 16 വയസ്സുള്ള പെൺകുട്ടി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് വേശ്യാവൃത്തിയിലേക്ക് പോയി എന്ന് ചിന്തിക്കാൻ ന്യായമില്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. 3. ഇതുവഴി പെൺകുട്ടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ? പെൺകുട്ടിക്ക് യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. 4. പെൺകുട്ടിയുടെ വാക്ക് വിശ്വാസത്തിലെടുക്കാമോ? പെൺകുട്ടിയുടെ വാക്കുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാമെന്ന് കോടതിയുടെ നിരീക്ഷണം. കേസന്വേഷണത്തിൽ പോരായ്മകളുണ്ടായെങ്കിലും പ്രോസിക്യൂഷൻ നന്നായി കേസ് നടത്തിയെന്നും ഹൈക്കോടതി വിലയിരുത്തി. മീഡിയ 1, കൊച്ചി.